അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, മരണത്തെ സംബന്ധിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചുകൊണ്ടിരുന്നത്. ഏതൊരു മനുഷ്യനും മരണത്തെ അഭിമുഖീകരിക്കാനുണ്ട് എന്ന കാര്യമാണ് നമ്മൾ സൂചിപ്പിച്ചത്. മരണം അത് വ്യത്യസ്തമായ ടേസ്റ്റാണ് മരണത്തിന്. സൈനയുടെ ഗുളിക കഴിച്ച് മരിക്കുന്ന ഒരാളുടെ മരണരുചിയല്ല ആത്മഹത്യ ചെയ്ത് അഥവാ കയറിൽ കെട്ടിത്തൂങ്ങി മരിക്കുന്ന ഒരാളുടെ മരണത്തിന്റെ അവസ്ഥ. മാരകായുധങ്ങളെ കൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിച്ച് രക്തം വാർന്ന് വലിക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥയല്ല സ്വാഭാവികമായ മരണത്തെ ഭരിക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ. എല്ലാം വ്യത്യസ്തമാണ്. നല്ല രൂപത്തിൽ അല്ലാഹുവിനെ ആരാധിച്ച് നല്ല രൂപത്തിൽ ജീവിച്ച ആളാണെങ്കിൽ വളരെ സമാധാനപൂർണമായ മരണമായിരിക്കും. നല്ല സമാധാനത്തോടുള്ള മരണം. അങ്ങനെ സമാധാനത്തോടുകൂടി മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുക. സഹോദരങ്ങളെ, മരണാനന്തര ജീവിതത്തിൽ ഫലപ്രദമാകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൊന്ന് മരണം. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. എല്ലാ നഫ്സും മരണത്തെ ആസ്വദിക്കും. സൂറത്ത് ആൽ ഇംറാൻ 3-ാം അധ്യായം 185 അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന എല്ലാ നഫ്സും, എല്ലാവരും മരിക്കും. ഏത് രാജ്യക്കാരും ദേശക്കാരും ഒക്കെ മരിക്കും. നിശ്ചയമായും അവർ മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വരും. ആ മരണത്തെ അഭിമുഖീകരിക്കുമ്പോൾ ഏതൊരു മനുഷ്യനും സമാധാന ചിത്തനായി മരിക്കാൻ കഴിയണോ? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക. അല്ലാഹുവിന്റെ മലക്കുമാർ, മാലാകമാർ, റൂഹ് പിടിക്കാൻ വരുന്ന മലക്ക് നല്ല മനുഷ്യന്റെ സമീപത്ത് വന്നിരുന്നിട്ട് വളരെ ദൂരത്തെ തന്നെ അവന് കാണാവുന്ന വിധത്തിൽ ആ മലക്കുകൾ ഇരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്നിട്ടോ അവനോട് ചോദിക്കും, പോവല്ലേ, ആത്മാവിനെ വിട്ടുതരില്ലേ, അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് പോകാൻ ഒരുക്കമായില്ലേ? അയാൾ റെഡിയായി ഒരുങ്ങി നിൽക്കും. അങ്ങനെയുള്ള മനുഷ്യരോട് അവർ പറയും, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, നിങ്ങൾ ദുഃഖിക്കല്ലേ, നിങ്ങൾ ഭയപ്പെടേണ്ട. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുൻതും തുഅദൂൻ. എന്താ കാരണം? അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് അവന്റെ സ്വർഗലോകമാണ്. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടണ്ട, ദുഃഖിക്കണ്ട, കഷ്ടപ്പെടണ്ട. ഒരു നല്ല മനുഷ്യന്റെ ആത്മാവ് പിടിച്ചെടുക്കുക. കൂജയിൽ നിന്ന് വെള്ളമൊഴുകി വരുന്ന പോലെ, പർവ്വത ശിഖരങ്ങളിൽ നിന്നും താഴോട്ട് വെള്ളമുറ്റി വീഴുന്ന പോലെ ഒരു നല്ല മനുഷ്യന്റെ ആത്മാവ് അല്ലാഹു പിടിച്ചെടുക്കുമെന്നാണ്. ഇടതടവുകളില്ലാതെ, പ്രയാസങ്ങളില്ലാതെ, കഷ്ടപ്പാടുകളും നൊമ്പരങ്ങളുമില്ലാതെ ആ മനുഷ്യന്റെ ആത്മാവിനെ അല്ലാഹു പിടിച്ചെടുക്കുമെന്നാണ്. യാതൊരു പ്രയാസം ഉണ്ടാവില്ല. എന്നാൽ ചീത്ത മനുഷ്യന്റെ അവസ്ഥ അതല്ല. ഭയാനകരമായിരിക്കും അവരുടെ അവസ്ഥ. കറുത്തുരുണ്ട മലക്കുകൾ അവരുടെ മുമ്പിൽ വരും. പോകല്ലേ എന്ന് ചോദിക്കും. കള്ളൻ വീടിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന പോലെ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ വലയം ചെയ്ത വീട്ടിന്റെ ഉള്ളിലിരിക്കുന്ന പോലെ അവന്റെ ആത്മാവ് ഉൾവലിഞ്ഞു കളയും. വരാൻ അവൻ ആഗ്രഹിക്കില്ല, പോകാൻ അവൻ കൊതിക്കില്ല. അങ്ങനെയുള്ളൊരു മരണം അങ്ങനെ പിടികൂടും. ആരും ശങ്കിച്ചെന്നിട്ട് കാര്യമില്ല. യഹൂദന്മാരെ പറ്റി പറഞ്ഞപ്പോ അല്ലാഹു പറയാണ്, ഖുൽ യാ അയ്യുഹല്ലദീന ഹാദൂ ഇൻ സഅംതും അന്നകും മൗലിയാഉ ലില്ലാഹി മിൻ ദൂനിന്നാസി ഫതമന്നൗൽ മൗത്ത് ഇൻ കുൻതും സാദിഖീൻ വലാ യതമന്നൗനഹു അബദാ ബിമാ ഖദ്ദമത് ഐദീഹിം വല്ലാഹു അലീമും ബിൽളാലിമീൻ. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. ഖുർആനിൽ നിങ്ങൾ കാണാം 62-ാം അധ്യായം സൂറത്ത് ജുമാ 6 മുതൽ 8 വരെയുള്ള സൂക്തമാണ്. ഖുൽ യാ അയ്യുഹല്ലദീന ഹാദൂ, ഏ യഹൂദന്മാരെ, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടവരാണെന്ന് പറയുന്നുണ്ടല്ലോ അല്ലേ? മനുഷ്യർക്കിടയിൽ ചില ആളുകൾ പറയും, ഞങ്ങൾ അല്ലാഹുവിന്റെ ആളുകളാണ്, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ ആളുകളാണ്, ഞങ്ങൾ പരലോകത്തിന്റെ അവകാശികളാണ്, നിങ്ങളൊക്കെ നരകത്തിലാണ് എന്ന ആളുകൾ പറയും. യഹൂദന്മാർ എങ്ങനെ വാദിച്ചു, ക്രിസ്ത്യാനികൾ എങ്ങനെ വാദിച്ചു. അതുകൊണ്ട് അവരോട് പറയാണ്, ഏ യഹൂദന്മാരെ, അള്ളാഹുവിന്റെ ഇഷ്ട ആളുകളാണെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. എങ്കിൽ ഫതമന്നൗൽ മൗത്ത്, നിങ്ങളൊന്ന് മരണത്തെ കൊതിക്ക്. വലാ യതമന്നൗനഹു അബദാ,
ഒരിക്കലും നബിയെ അവർ മരണത്തെ കൊതിക്കുകയില്ല. ഒരിക്കലും അവർ മരണത്തെ കൊതിക്കില്ല. എന്താ കാരണം? മറ്റൊന്നുമല്ല, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. അവരുടെ കരങ്ങൾ പ്രവർത്തിച്ച കാരണം അവരത് ചെയ്യില്ല. എന്നിട്ട് അല്ലാഹു പറയാണ്, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. ഏതൊരു മരണത്തെ ഭയപ്പെട്ടുകൊണ്ടാണ് നീ ഓടുന്നതെങ്കിൽ, എവിടേക്കൊക്കെ നീ ഓടി ഒളിക്കുന്നുവോ, ഏത് മരണത്തിൽ രക്ഷപ്പെടണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ, ആ മരണം നിന്നെ കണ്ടുമുട്ടും. ഫഇന്നഹു മുലാഖീകും. ആ മരണം നിന്നെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. എന്നിട്ട് ദൃശ്യവും അദൃശ്യവും അറിയുന്ന റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ നിന്നെ ഹാജരാക്കപ്പെടും എന്നാണ് ഇവിടെ ഖുർആൻ പറയുന്നത്. അങ്ങനെ പടച്ച തമ്പുരാന്റെ വൈബറിയുന്ന, ദൃശ്യാദൃശ്യങ്ങൾ അറിയുന്ന, രാപ്പകലുകളുടെ പരമരഹസ്യങ്ങൾ അറിയുന്ന, ആകാശത്തിന്റെ വിഹായസിലെ അതീവ രഹസ്യങ്ങൾ അറിയുന്ന, ആയുടെ അഗാധ തലങ്ങളിലെ അഗാധ രഹസ്യങ്ങൾ അറിയുന്ന, കറുത്ത കരിമ്പാറക്കടിയിലൂടെ അരിച്ചു നീങ്ങുന്ന കറുത്ത ഉറുമ്പിന്റെ കറുത്ത കാലടിപ്പാടുകൾ പോലും വ്യക്തമായും സൂക്ഷ്മമായും അറിയുന്ന മലിക്കുൽ ജബ്ബാറായ റബ്ബിന്റെ മുമ്പിൽ മനുഷ്യർ ഹാജരാക്കപ്പെടും എന്നാണ് പടച്ച തമ്പുരാൻ പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മരണം വളരെ പ്രധാനപ്പെട്ടതാണ്. നല്ല മനുഷ്യനായി മരിക്കാൻ ശ്രമിച്ചോ, നല്ല ആളായി ശ്രമിക്കാൻ ശ്രമിച്ചോ. ദീനിന്റെ ഒരു കാര്യം പറയുമ്പോൾ അയാളെ പരിഹസിക്കാനും കമന്റ് പഠിക്കാനും അയാളുടെ വിദ്യാഭ്യാസ യോഗ്യത അന്വേഷിക്കാനും അങ്ങനെ കിബിർ നടിച്ച് അഹംഭാവം നടിച്ച് ജീവിതത്തിന്റെ പുറമ്പോക്കിലേക്ക് വിമർശകനായി ജീവിച്ചോ. അങ്ങനെ ജീവിച്ച മഹ്ശറയില് വല്ലാതൊന്നും അങ്ങ് രക്ഷപ്പെട്ടു പോവില്ല. നല്ല മനസ്സിന്റെ ഉടമ, നന്മ ഉദ്ദേശിക്കുക, നന്മയിൽ അധിഷ്ഠിതമാവുക, ഖുർആനിനനുസരിച്ച് ജീവിക്കുക, എങ്കിലവന് രക്ഷപ്പെടാം. അല്ലെങ്കിലോ ഏതൊരു മരണത്തെ ഭയപ്പെട്ടുകൊണ്ടാണോ നീ ഓടിക്കൊണ്ടിരിക്കുന്നത്, ആ മരണം നിന്നെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. അവിടെ നിനക്ക് രക്ഷയില്ല. ഏതൊരു പെണ്ണിന്റെയും ഏതൊരു സ്ത്രീരത്നത്തിന്റെയും ഏതൊരു പുരുഷന്റെയും അവസ്ഥ ഇതാണ്. മക്കളില്ലാതെ, ഭാര്യയില്ലാതെ, ഉറ്റവരില്ലാതെ, ഉടയവരില്ലാതെ റഹ്മാനായ റബ്ബിന്റെ കോടതിയിലേക്ക് ആനയിക്കപ്പെടുക. അങ്ങനെ മനുഷ്യനൊരാൾ മരിച്ചിട്ട്, അയാളെ മരിച്ചാൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ആലോചിച്ചു നോക്ക നിങ്ങൾ. ഒരാൾ മരിച്ചു, അയാളുടെ പേരിൽ നമുക്ക് എന്തൊക്കെ ബാധ്യതകളാ, എന്തൊക്കെ കാര്യങ്ങളാ ഒന്ന് ചിന്തിച്ചോ. അയാളെ മരിച്ചു കിടക്കുക, അയാളെ മയ്യത്ത് കുളിപ്പിക്കണം, നാട്ടുകാരെ മുഴുവൻ വിളിച്ചറിയിക്കുക എന്ന ബിദ്അത്ത് ഇസ്ലാമിലില്ല. അറിഞ്ഞവരറിഞ്ഞവര് വരിക, അറിഞ്ഞവരറിഞ്ഞവര് വരിക. റസൂലുള്ളാഹിന്റെ ചര്യതാണ് എല്ലാവരെയും മൈക്കിലൂടെ അനൗൺസ്മെന്റ് ചെയ്ത് ഇന്നാള് മരിച്ചിരിക്കുന്നു എന്ന വിവരമറിയിക്കൽ സുന്നത്തായ ഒരു കാര്യമല്ല, ബിദ്അത്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മരിച്ച ആളുകളെ പറ്റി അറിയാവുന്നവരൊക്കെ പരസ്പരം പറഞ്ഞവര് വരിക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരെ മയ്യത്ത് നമസ്കരിക്കലാണ് സുന്നത്ത്, അവരെ മയ്യത്ത് ഫോളോ ചെയ്യലാണ് സുന്നത്ത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലാണ് സുന്നത്ത്. എല്ലാവർക്കും ഒരേ അവരെ മുഖം കാണല് സുന്നത്തല്ല. അങ്ങനെ ഹദീസിലില്ല. മരിച്ചോലെ ചെന്ന് കാണലല്ല, മരിച്ചോലെ ചെന്ന് കാണൽ സുന്നത്തല്ല. ആരെങ്കിലും മരിച്ചോലെ കണ്ടാൽ അത് ബിദ്അത്താണ് എന്നും പറയാൻ നമുക്ക് അവകാശമില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ സഹാബികൾ മരിച്ചിട്ട് ചെന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, മുഖത്തു നിന്നും തുണി പൊക്കി അവർ ചുംബിച്ചിട്ടുണ്ട്. അതൊക്കെ ഹദീസിലുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഹദീസിൽ പ്രധാനമായി വന്ന കാര്യം മയ്യത്ത് നമസ്കരിക്കുക, മയ്യത്തിനെ ഫോളോ ചെയ്യുക, മയ്യത്തിനെ പിന്തുടരുക, ആ മയ്യത്തിന് വേണ്ടി ദ്വാരക്കുക. ഒരു മനുഷ്യൻ മരിച്ചാ പിന്നെ അയാൾ അനങ്ങോ, അയാളുടെ കൈകളെങ്ങാൻ ചലിക്കുവോ? അയാളെ പിന്നെ നമ്മൾ കുളിപ്പിക്കണം. എത്ര ആരോഗ്യതടകാത്രരായ മനുഷ്യരാണ് ഈ ലോകത്ത് മരിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര കപ്പലുകളാണ് കടലിൽ മുങ്ങിപ്പോകുന്നത്, എത്ര കൊട്ടാരങ്ങളാണ് തകർന്ന് തരിപ്പണമാകുന്നത്, എത്ര ബിൽഡിങ്ങുകളാണ് തകർന്നു വീഴുന്നത്, എത്രയെത്ര മനുഷ്യർക്കാണ് മാരകമായ രോഗം പിടിപെടുന്നത്. അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ലോകത്തുനിന്ന് മനുഷ്യർ അപ്രത്യക്ഷമാകും, മരിച്ചുപോകും. ഇനി വരാനിരിക്കുന്നൊരു കാലം ആയുസ് വളരെ കുറവാണ്. എന്റെ ഉമ്മത്തിന് ആയുസ് വളരെ കുറവാണ് എന്ന് മുത്തുനബി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ 60 കൊല്ലം ജീവിച്ചാൽ 30 കൊല്ലം രാത്രി അയാൾ ഉറങ്ങി തീർക്കുകയാണ്, അല്ലേ? 30 കൊല്ലം അയാൾ ഉറങ്ങി തീർക്കുകയാണ്. പിന്നെ വരുന്ന സിട്ട ജീവിതത്തിലെ 30 കൊല്ലം, ആ 30 കൊല്ലത്തിൽ 10-20 കൊല്ലം വിദ്യാഭ്യാസ കാലഘട്ടം, അതിനിടയിലെ ജീവിതത്തിലെ വളരെ ചുരുങ്ങിയൊരു സമയം അള്ളാഹുവിന് നന്ദി കാണിച്ച് ജീവിക്കാൻ സാധിച്ചാൽ, പാതയം ശരിയായാൽ, അല്ലെങ്കിൽ അപകടകരമാണ്, ഭയാനകരമാണ്. ആലോചിക്കേണ്ടതാണ്, ചിന്തിക്കേണ്ടതാണ്. ഭർത്താവിനെ വിട്ടിട്ടങ്ങ് പോണം, ഭാര്യയെ വിട്ടിട്ടങ്ങ് പോണം, മക്കളെ വിട്ടിട്ടങ്ങ് പോണം, താമസിച്ച രാജകൊട്ടാരങ്ങൾ വിട്ടിട്ട് പോണം, ഫാക്ടറികൾ എത്ര ഭംഗിയായി നടത്തിക്കൊണ്ടുപോയതാ, അതൊക്കെ വിട്ടിട്ടങ്ങ് പോണം. ഈ വാതിൽ കടന്ന് അൽമൗത്തു ബാബുൻ വകുല്ലുന്നാസി ദാഖിലുഹു, ഏതൊരു മനുഷ്യനും മരണമാകുന്ന വാതിൽ കടന്നു പോണം. ആരാ അത് കടന്നു പോകാത്തത്? ആരാ അതിന് വിധേയമാകാത്തത്?
ചില നാടിന്റെ ഏറ്റവും ശ്രദ്ധേയരായ വ്യക്തിത്വങ്ങളുടെ മരണം ആ നാടിന് തന്നെ വലിയ ദോഷമായി. ചില ആളുകളുടെ മരണം ആ നാടിന് ഖൈറായി. അങ്ങനെയൊക്കെ ഉണ്ട്. നല്ല മനുഷ്യരായി ജീവിച്ച ആളുകൾ പറയും അയാളുടെ മരണം താങ്ങാനാവാത്തതാണ്, നികത്താൻ പറ്റാത്ത വിടവാണ്. അങ്ങനെ എത്രയെത്ര മനുഷ്യന്മാർ. ഒന്ന് ആലോചിച്ചു നോക്ക്. തൗഹീദിന് വേണ്ടി ഒരു പുരുഷായുസ് മുഴുവൻ തള്ളി നീക്കി മാറ്റിവെച്ച മഹാനായ ഉമർ മൗലവിയുടെ മരണം എത്ര ഈ സമൂഹത്തിന് വിടവുകൾ ഉണ്ടാക്കി. ഏത് സദസ്സിൽ കയറിച്ചെന്നും തൗഹീദ് പറയാൻ ആർജവം കാണിച്ച എത്ര വലിയ വ്യക്തിത്വങ്ങളാണ്. നൂലാമാലകളിലൂടെ മാലാമൗലൂദുകളിലെ ശിർക്കുകൾ, പൊള്ളത്തരങ്ങൾ, സുന്നത്ത് ബിദ്അത്തുകൾ എല്ലാം ജനങ്ങളെ ഓർമ്മപ്പെടുത്തിയ മഹാനായ NP അബ്ദുൽ ഖാദർ മൗലവി വിശ്വാസം എന്ന ഗ്രന്ഥത്തിന് വിവിധ വാള്യങ്ങളിലൂടെ ഈ സമൂഹത്തിലെ അഖീദ പഠിപ്പിച്ച മഹാനായ KP മുഹമ്മദ് മൗലവി, അതുപോലെ ഇസ്ലാമിന്റെ വാദപ്രതിവാദ രംഗങ്ങളിൽ തിളങ്ങി നിന്ന മഹാനായ അലവി മൗലവി, അങ്ങനെ അറിയപ്പെട്ട എത്രയെത്ര പണ്ഡിതന്മാർ, തൗഹീദിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച മഹാനായ സയ്യിദ് മൗലവി, അതുപോലെ വട്ടം അബ്ദുല്ലാ ഹാജി, എത്രയെത്ര മഹത്തുക്കളാണ് കേരളത്തിലും കേരളത്തിന് പുറത്തും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അള്ളാഹുവിന്റെ ദിവ്യ സന്ദേശത്തിന്റെ മൗലികമായ പ്രകാശം മാനവരാശിയുടെ മനസ്സിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ അധ്വാനിച്ചത്. മുനീബീന ഇലൈഹി വത്തഖൂഹു വഅഖീമുസ്സലാഹ് വലാ തകൂനൂ മിനൽ മുശ്രിക്കീൻ. ഖുർആനിലെ 30-ാം അധ്യായം സൂറത്തുർ റൂം 31-ാമത്തെ സൂക്തമാണ്. പറയുന്നത് വ്യക്തമാണ്. നിങ്ങൾ മുനീബീന ഇലൈഹി, പശ്ചാത്തപിച്ച് മടങ്ങിക്കോ. അതുപോലെ നമസ്കാരം നിലർത്തിക്കോ, സക്കാത്തൊക്കെ കൊടുത്തോ. വലാ തകൂനൂ മിനൽ മുശ്രിക്കീൻ, മുശ്രിക്കായി പോകാതെ ശ്രദ്ധിച്ചോ. മുശ്രിക്കായി പോകുന്നത്, മുശ്രിക്കായി മരിക്കാതിരിക്കാൻ. നിങ്ങൾക്കറിയോ, മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഒരു രോഗിയെ ചെന്ന് കണ്ടു. അയാളുടെ കയ്യിൽ ഒരു ചരട് കെട്ടിയിരിക്കുന്നു, മന്ത്രിച്ചൂതിയ കറുത്ത കെട്ടുകളുള്ളൊരു ചരട്. ഹുദൈഫ റളിയല്ലാഹു ചോദിച്ചു, എന്താ ഇത്? എന്നിട്ട് മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഓതി, വമാ യുക്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. വമാ യുക്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. ജനങ്ങളിൽ അധികം ആളുകളും ശിർക്ക് ചെയ്തുകൊണ്ടല്ലാതെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല. എന്തേ ഈ ആയത്ത്? എവിടെയാ ഈ ആയത്തോതിയത്? മരിക്കാൻ കിടക്കുന്ന ഒരു രോഗിനെ ചെന്ന് കണ്ടിട്ട് അയാളുടെ കയ്യിൽ ചരടുണ്ടായിട്ട് മരിക്കാൻ കിടക്കല്ലേ, വെള്ളം തൊട്ട് കൊടുക്കല്ലേ ആദ്യം വേണ്ടത്? ആ ജീവകാരുണ്യം ചെയ്തിട്ടല്ലേ ഞാൻ ശിർക്കിനെതിരെ പറയേണ്ടത് എന്ന് ചിന്തിച്ചില്ല. കേറിച്ചെന്ന മാത്രയിൽ കണ്ടത് കയ്യിലെ ചരടാണ്. അതുകൊണ്ട് അതേ മോദി, വമാ യുക്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. ഖുർആനിലെ 12-ാം അധ്യായം സൂറത്ത് യൂസഫ് 106-ാമത്തെ ആയത്താണ്. എന്താ ആയത്തിന്റെ അർത്ഥം? അള്ളാഹുവിൽ ഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്നില്ല, അവനിൽ ശിർക്ക് ചെയ്തുകൊണ്ടല്ലാതെ. അഥവാ കയ്യിൽ മന്ത്രിച്ചൂതി ചരട് കെട്ടൽ ശിർക്കാണ്. ശിർക്ക് ചെയ്ത മനുഷ്യന്റെ അവസ്ഥ എന്താണ്? വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആരെങ്കിലും ശിർക്ക് ചെയ്താൽ അവന് സ്വർഗം ഹറാമാണ്, സ്വർഗം ഹറാമാണ്, സ്വർഗം ഹറാമാണ്, സ്വർഗം ഹറാമാണ്. ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങൾ ശിർക്കിലേക്ക് ആപതിച്ചു പോയൊരു കാലഘട്ടത്തിൽ അവർക്ക് വെള്ളം കിട്ടിയില്ലല്ലോ, അവർക്ക് അരി കിട്ടിയില്ലല്ലോ, അവർക്ക് രോഗമായല്ലോ, അവർക്ക് വീടില്ലല്ലോ എന്ന് വിലപിച്ചിരുന്നാൽ നാളെ മഹ്ശറയാകുന്ന റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, ആ സ്വർഗമാകുന്ന വീട്ടിൽ അവർക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ഉള്ള അവസ്ഥയെ മൂത്താപ്പ മരിക്കാൻ കിടക്കുക. ആരുടെ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. അല്ലേ? മരിക്കാൻ കിടക്കുമ്പോ അതുവരെ മൂത്താപ്പയാണ് നബീനെ സംരക്ഷിച്ച് വെള്ളം കൊടുത്തും ഭക്ഷണം കൊടുത്തും ഒക്കെ. മൂത്താപ്പ മരിക്കാൻ കിടക്കുമ്പോ ഒരു പാത്രത്തെ കൊണ്ടുവന്നിട്ട് വെള്ളം ഇങ്ങനെ തൊട്ടുകൊടുക്കുക അല്ല. ആ ചുണ്ട് നനയാത്തയിൽ വലിയ ദുഃഖം തോന്നി അദ്ദേഹത്തിന്, റസൂലുള്ളാഹിക്ക് ഇല്ല. ആ ചുണ്ടിൽ തൗഹീദിന്റെ മന്ത്രം കൊണ്ടൊന്ന് നനയാൻ, അല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് കൊണ്ടൊന്ന് മൂത്താപ്പാന്റെ ചുണ്ട് നനയാൻ മുഹമ്മദ് മുസ്തഫ ആഗ്രഹിച്ചു. അല്ലേ? എന്നിട്ട് യാ ഹമ്മി ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂത്താപ്പ, ഒന്നെന്റെ പൊന്നു മൂത്താപ്പ, എനിക്ക് വേണ്ടി, എന്റെ ഇസ്ലാമിന് വേണ്ടി, ആ ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി എന്നെ സഹായിച്ച പൊന്നു മൂത്താപ്പ, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലൂ മൂത്താപ്പ എന്ന് കരഞ്ഞ് കരഞ്ഞ് കെഞ്ചി കെഞ്ചി ആ റസൂൽ ആവശ്യപ്പെട്ടു. അല്ലേ? വെള്ളം തൊട്ട് കൊടുക്കണം എന്ന് അറിഞ്ഞൂടായിരുന്നോ? അല്ലേ? ഗുജറാത്തിൽ ഭൂകമ്പമുണ്ടായപ്പോ അവിടെ ദർഗ പൊളിഞ്ഞില്ല. പിറ്റേത്തെ പത്രത്തിൽ എന്താണ്ടായത്? അള്ളാന്റെ പള്ളി പൊളിഞ്ഞു, ദർഗ പൊളിഞ്ഞില്ല. കണ്ടടാ ഞങ്ങളെ പവർ എന്നാ. ആ ഗുജറാത്ത് തൗഹീദാണോ പറയേണ്ടത്? മാറാട് തൗഹീദാണോ പറയേണ്ടത്? ഒരു പ്രൊഫസർ
കേരളത്തിൽ പ്രസംഗിച്ചാണ്. മാറാട് തൗഹീദാണോ പറയേണ്ടത്? മാറാട് തൗഹീദാ പറയേണ്ടത്? മാറാടിന്റെ ചരിത്രം അറിയാവുന്നവനറിയാം. മാറാട് ഒരു മനുഷ്യൻ മരിച്ചു, ഒരു കാക്ക. അയാൾ മരിച്ചപ്പോ അയാൾ പറഞ്ഞു, ഞാൻ ഔലിയായി വരും, എന്റെ മയ്യത്ത് കബറടക്കണ്ടാന്ന്. ഞാൻ ഔലിയ, നിങ്ങളെന്നെ മൂടിയിട്ടാ മതി, തുണിയോണ്ട് മൂടിയിട്ടാൽ ഞാൻ 5 ദിവസത്തിനുള്ളിൽ ഔലിയായിട്ട് വരും, നിങ്ങൾ ബേജാറാവണ്ടാണ്. എവിടെ? മാറാട് അല്ലേ. എന്നിട്ട് 5 ദിവസം കഴിഞ്ഞു. 6ാമത്തെ ദിവസത്തിലേക്ക് കടന്നപ്പോ മയ്യത്ത് ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിച്ചു. പോലീസ് വന്നിട്ട് വെട്ടിക്കുഴിച്ചിട്ടു. എന്ത് മനസ്സിലായി? എന്ത് മനസ്സിലായി? ഔലിയായിട്ടല്ല വന്നത്, പുഴുവായിട്ടാ വന്നത്. മനസ്സിലായില്ലേ? വണ്ടും പുഴുക്കളും ശരീരത്തിലൂടെ അളക്കിയായിരുന്നു. ആ മാറാട് തൗഹീദാണോ പറയേണ്ടത് എന്ന് മാറാടിന്റെ ചരിത്രം അറിയാവുന്ന ഒരാൾ ചോദിക്കില്ല, തൗഹീദിന്റെ ശത്രുക്കളല്ലാതെ. കേട്ടോ, അമ്പിയാക്കൾ വന്ന് തൗഹീദ് പഠിപ്പിച്ചാൽ ഇനി തൗഹീദിനെ പറ്റി പറഞ്ഞ, ശിർക്കിനെ പറ്റി പറഞ്ഞ അങ്ങനൊന്നും ഉണ്ടായിരുന്നു എന്നവര് ചിന്തിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് അതിന്റെ ഗൗരവം പറയാതിരുന്നിട്ടുണ്ടോ? അങ്ങനെയും പ്രസംഗിച്ചു നമ്മുടെ പണ്ഡിതന്മാർ. സലഫികളാണ് അത്ര അവര് അല്ലേ. ജാഗ്രത പുലർത്തുക. അപ്പോ മനുഷ്യന് നന്മ പറഞ്ഞു കൊടുക്കാൻ അല്ലേ 4 കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ തൗഹീദ് പറയുന്നത്, ഗൗരവമായിട്ട് പറയുന്നത് അല്ലേ. എന്തുകൊണ്ടാ 4 കാരണങ്ങൾ പ്രിയപ്പെട്ടവരെ? ഒന്ന്, ശിർക്ക് ചെയ്ത ഒരു മനുഷ്യന് അല്ലാഹു ഒരിക്കലും പുറത്തു കൊടുക്കില്ല. ഒരിക്കലും. മരിക്കുന്ന ആളുകൾ, നമ്മൾ മരിക്കാൻ കിടക്കുമ്പോ മൂത്താപ്പ മരിക്കാൻ കിടക്കുക, നിങ്ങൾ ശരിക്കും മനസ്സിലായിക്കോളെ. റസൂലുള്ളാഹിന്റെ സുന്നത്തുണ്ട്, ശിർക്ക് ചെയ്യുന്ന ആളാണ് മൂത്താപ്പെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കണം. മൂത്താപ്പ നിങ്ങളൊന്ന്. അതാണ് കേരളത്തിൽ ചില പണ്ഡിതന്മാര്, ശിർക്ക് ചെയ്ത പണ്ഡിതന്മാര് മരിക്കാൻ കിടക്കുമ്പോൾ ഉമർ മൗലവി അവർക്ക് കത്തെഴുതി ഷഹാദത്ത് കലിമയിൽ ഇസ്ലാം സ്വീകരിക്കണോ. ചെറിയ സംഗതി ആയിരുന്നില്ല അത്. കാരണം ശിർക്ക് ചെയ്തുകൊണ്ട് ഒരാൾ ചെല്ലുന്നെങ്കിൽ ഒരു രക്ഷയും ശിർക്കില്ലാത്ത തൗഹീദാകുന്ന താക്കോലുമായി ചെന്നാലേ അവിടെ വാതിൽ തുറക്കപ്പെടൂ. ഇല്ലെങ്കിൽ വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. സൂറത്ത് മാഇദ 5-ാം അധ്യായം 72-ാമത്തെ സൂക്ത. സ്വർഗ്ഗം ഹറാമാണ്, അവന്റെ ഒരമലും അല്ലാഹു സ്വീകരിക്കൂല. അതാണ് വളരെ വിശിഷ്ടമായ ഒരു ഉദാഹരണം പറയാം. കോയമ്പത്തൂര് ഒരു സംഭവം ഉണ്ടായി, മുമ്പ് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. എന്നാലും ഞാൻ ആ വിഷയത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി പറയാം. ഒരു ഭർത്താവ്, അയാള് ആ കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ആളാണ്. മറ്റ് സംസ്ഥാനത്ത് പോയി ജോലി ചെയ്യുന്ന ആളാണ്. ഒരാഴ്ച അയാൾ ജോലിക്ക് പോയി വരും, 2 ദിവസം നാട്ടിലേക്കും തിരിച്ചു പോകും. അങ്ങനെ ഒരു ദിവസം നാട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് വാഹനം കിട്ടാതെ വീട്ടിലേക്ക് തന്നെ അയാൾ തിരിച്ചു വന്നപ്പോൾ അയാളുടെ വീടിന്റെ ഡോർ അടഞ്ഞു കിടക്കുന്നു. ശക്തമായി മുട്ടി. അയാൾക്ക് മനസ്സിലായി ആരോ ഒരാൾ വീട്ടിൽ കിടന്നിട്ടുണ്ട്. വാതിൽ ചവിട്ടി പൊളിച്ചു നോക്കുമ്പോൾ അയാളുടെ ഭാര്യ മറ്റൊരു പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും. അയാൾക്ക് കോപം സഹിക്കാൻ കഴിഞ്ഞില്ല. അയാൾ എന്ത് ചെയ്തു? ഓടി വന്ന് അയാളുടെ കയ്യിൽ കിട്ടിയ ആയുധം കൊണ്ട് ആഞ്ഞു വീശി. കൊണ്ടത് 10 വയസ്സുള്ള മകനാ. അവന്റെ ശിരസ് ഛേദിക്കപ്പെട്ടു. എന്താണ് അയാൾ ഇത്ര കോപാകുലനാക്കിയ കാര്യം? എന്താണ്? ഭാര്യ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് പുറത്തു കൊടുക്കാം, സാറില്ല എന്ന് പറയാം. നമ്മൾ അഴിച്ചിട്ട ഡ്രസ്സ് ഭാര്യ അലക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് അവൾക്ക് മാപ്പാക്കാം. ഭാര്യ അവളുടെ വീട്ടിൽ പോയിട്ട് ഒരാഴ്ച താമസിച്ചു, 1.5 ആഴ്ച കൂടി, അല്ലെങ്കിൽ 2 വീക്ക് അവിടെ താമസിച്ചു, എന്നാലും നമുക്ക് എന്തില്ല, വൈഫ് ഹൗസിൽ അവിടെ താമസിച്ചാലും നമുക്ക് കംപ്ലൈന്റ് ഇല്ല. പക്ഷെ അതേ ഭാര്യ ഒരു നിമിഷത്തിൽ ആ ഭർത്താവിന് മാത്രം സമർപ്പിക്കേണ്ടവരുടെ ശരീരം മറ്റൊരു പുരുഷന് സമർപ്പിച്ചാൽ അത് സഹിക്കാൻ ഒരാൾക്ക് സാധ്യമല്ല. അള്ളാഹു കനിഞ്ഞരുളിയ അല്ലെ. എന്നിട്ട് ആ ഭാര്യ അയാൾക്ക് നെയ്ച്ചോറും ബിരിയാണിയും എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നു. അയാളെ തിന്നോ? ആ ചോറും പ്ലേറ്റ് എടുത്തുള്ള മോന്തക്കൊരച്ച് എറിയിച്ചു കൊടുക്കും. എന്റെ ബിരിയാണിയും നെയ്ച്ചോറും എനിക്ക് വേണ്ടാന്ന് പറയും. എന്താ കാരണം? അവൾ ചാരിത്രശുദ്ധിയിൽ ഭർത്താവിന് മാത്രം സമർപ്പിക്കേണ്ടവരുടെ പരിശുദ്ധമായ മേനി മറ്റൊരാൾക്ക് സമർപ്പിച്ചു. അള്ളാഹുവിന്റെ ഭൂമിയിൽ ജീവിച്ചിട്ട്, അള്ളാഹുവിന്റെ വായു ശ്വസിച്ച്, അള്ളാഹുവിന്റെ വെള്ളം കുടിച്ച്, അള്ളാഹ് നൽകിയ ഭാരമായ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചിട്ട് ആ അള്ളാഹിനെ ആരാധിക്കേണ്ടതിന് പകരം അള്ളാഹിനെ ആരാധിച്ചാൽ ഓന്റെ സകല ഹജ്ജും ഉംറയും ഒക്കെ തകർക്കപ്പെടും. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, പുതിയ വിഷയമായിട്ടൊന്നല്ല ഞാൻ പറയാണ്. മിനായിൽ ദുരന്തം ഉണ്ടായി അല്ലേ? ഹജ്ജിന് ഈ വർഷം ദുരന്തം ഉണ്ടായി, കുറെ ആളുകൾ മരിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടക്കിടക്കൊക്കെ അവിടെ ആളുകൾ മരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ ഇസ്ലാമികമായ ഹജ്ജല്ല നടക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. മനസ്സിലായില്ല. അവിടെ റസൂലുള്ള ജബലുർ റഹ്മയിൽ ദുൽഹജ്ജ് 9-ന് 1 ലക്ഷത്തോളം സഹാബികളുമായി വന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ഹജ്ജ് ചെയ്യാൻ വന്നു. ആ പ്രവാചകന്റെ കൂടെ ഹജ്ജിന് വന്ന 1 ലക്ഷത്തിലധികം വരുന്ന സഹാബികൾ അവരാരാ?
മുവഹിദുകളാണ്, തൗഹീദുള്ള ആളുകൾ, നബിയിൽ നിന്ന് ഹജ്ജ് പഠിച്ച ആളുകൾ, നബി പഠിപ്പിച്ചു കൊടുത്ത ആളുകൾ, നബി കാണിച്ചതിനെ ഫോളോ ചെയ്ത ആളുകൾ, അവരൊക്കെ വളരെ മാന്യമായി ചെയ്തു. ഇന്ന് ഹജ്ജിന് ചെല്ലുന്നിടത്ത് ആരൊക്കെ വരുന്നുണ്ട്? അവിടെ അബൂജഹലുമാർ അവിടെ ഹജ്ജ് ചെയ്യുന്നു, ശിർക്ക് ചെയ്യുന്നവർ ഹജ്ജ് ചെയ്യുന്നു. അബൂജഹലിനെ കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിക്കാൻ സമ്മതിച്ചില്ല റസൂലുള്ള അവിടെ. കാരണം എന്താ വെച്ചാൽ അതുവരെ അവർ ചെയ്ത ഹജ്ജ് ഷിർക്കിന്റെ ഹജ്ജാണ്. അള്ളാഹിനോടും പ്രാർത്ഥിക്കും, അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കും. അതുകൊണ്ട് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവർക്കുള്ള ഹജ്ജ്, തൗഹീദ് സ്വീകരിച്ചവർക്കുള്ള ഹജ്ജ്. തൗഹീദ് സ്വീകരിക്കാത്ത ഒരാൾക്ക് ഹജ്ജ് ഉണ്ടോ? ഇല്ല. നിസ്കാരമുണ്ടോ? ഇല്ല. സക്കാത്ത് ഉണ്ടോ? ഇല്ല. ഇവിടെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ അവിടെ ഹജ്ജിന് ചെല്ലുന്നത്, അല്ലേ? ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. അപ്പൊ അവിടെ തിരക്ക് കൂടുതലായി, ജനാധിക്യം വർദ്ധിച്ചു. മുവഹിദുകൾ മാത്രമാണ് ഒരു 5 ലക്ഷം ആളെ ഉണ്ടാവും വർഷാവർഷം ഹജ്ജ് ചെയ്യാൻ, ബാക്കിയൊക്കെ ഔട്ടായി. അപ്പൊ ഇവിടെ ഇസ്ലാമിക രീതിയിൽ ഇസ്ലാം പഠിപ്പിച്ച പ്രകാരമുള്ള പൂർണ്ണ ഹജ്ജ് നിർവഹിക്കാത്ത ബഹുഭൂരിപക്ഷ ആള്, പിന്നെ വർഷാവർഷം ഹാജിപ്പട്ടം കെട്ടാൻ പോകുന്ന ആളുകളും ഒരാണ് അവിടെ തിരക്കുണ്ടാക്കുന്നത്. പിന്നെ നിങ്ങൾ നോക്കൂ, അജറുൽ അസ്വദ് കല്ല് അവിടെ ഇങ്ങനെ അതിനടുത്ത് ഇങ്ങനെ കൈ കാണിച്ചാൽ മതി, മുത്തണമെന്ന് നിർബന്ധമില്ല, അറിയാലോ. പക്ഷെ അവിടെ മുത്തണമെന്ന് നിർബന്ധമുള്ള ചില ആളുകൾ അവരിങ്ങനെ മനുഷ്യരൊക്കെ കുത്തി ഒതുക്കി അവരങ്ങോട്ട് വീണ് അവിടെ ബേളുണ്ടാക്കിയിട്ട് ലക്ഷക്കണക്കിന് ജനങ്ങൾക്കിടയിൽ പിന്നെ തിരക്കുണ്ടാക്കിയിട്ട് ചെയ്യും. ഇനി കല്ലെറിയുമ്പോ അവര് മനസ്സിലാക്കണം, അവിടെയുള്ള ആ തൂണിങ്ങനെ കാണുമ്പോ അത് പിശാചാണെന്നാ ഓരോ വിചാരം. എന്നിട്ട് അതിനെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വലിയ കല്ലെടുത്തിട്ട് മറ്റവന്റെ മൂർധാവിൽ എറിഞ്ഞിട്ട് അവന്റെ തല പൊട്ടിച്ചിട്ട് രക്തം ഉണ്ടായി. ഇങ്ങനെ ആലോചിച്ചു നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക, ഹജ്ജ് ചെയ്താൽ പടച്ച തമ്പുരാനെ മാത്രം ആരാധിക്കുക. ഹജ്ജിന് പോകുമ്പോ എല്ലാ ദർഗയിലും പോയിട്ട് ആളുകൾ ചെയ്യും, എല്ലാ ദർഗയിലും, അല്ലേ? എന്നിട്ട് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ദർഗയില് ഈ ആളുകളെ, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളെ, അവരെ നന്നാക്കേണ്ട ഒരു ബാധ്യത നിങ്ങൾക്കും എനിക്കുണ്ട്. ആ ബാധ്യത നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. അവർക്ക് ഈ ദീൻ എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുക, മനസ്സിലാക്കി കൊടുക്കുക. എന്നിട്ട് മരിക്കുന്നതിന് മുമ്പ് അവരെ കൊണ്ട് തൗഹീദ് അംഗീകരിപ്പിക്കുക. അല്ലെങ്കിൽ മരണം ഭയാനകരമായിരിക്കും. അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ മയ്യത്ത് മരിച്ച വീട്ടിൽ ഖുർആൻ ഓതുക വമ്പിച്ച ബിദ്അത്താണത്. ഇസ്ലാമിൽ യാതൊരു തെളിവില്ലാത്ത കാര്യം. ലിയുൻദിറ മൻ കാന ഹയ്യ, ജീവിച്ചിരിക്കുന്നവർക്കുള്ള ഉത്ബോധനമാണ് ഖുർആൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൂറത്ത് യാസീൻ 36-ാം അധ്യായത്തിൽ